നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് അവരുടെ ഒരു വിഷമം എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം ഒരു കഥയായിട്ട് പറയണം. അവർ ചെറിയൊരു സംഭവമാണ്, അത് ആരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇതിനകത്ത് വലിയ പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ ഇന്നിങ്ങനെ ഇതേ അബദ്ധങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പറഞ്ഞു നോക്കുക, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഈ സ്ത്രീക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കഥ. ഈ സ്ത്രീ ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സ്ത്രീക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അമ്മായിയുമായിട്ട് എന്തൊക്കെയോ വഴക്കും മറ്റു കാര്യങ്ങളാണ്. അങ്ങനെ ആ സ്ത്രീ വേറൊരു വിവാഹം കഴിച്ചു. ഈ വേറൊരു വിവാഹം കഴിച്ചത് ഈ മക്കൾക്ക് ഇഷ്ടപ്പെടാത്തത് കാരണമാണ്. ആ സ്ത്രീയോട് രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയോട് ജീവിച്ചോളാൻ ആ മക്കൾ പറഞ്ഞു. അവർ പൂർണ്ണമായിട്ട് തന്നെ മക്കൾ ഉപേക്ഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ സ്ത്രീ ആ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോയി. ഈ സ്ത്രീ കൂടെ കഷ്ടപ്പെട്ടാണ് ഇവരിപ്പോൾ ഈ മക്കൾ താമസിക്കുന്ന വീടുണ്ടാക്കിയിരിക്കുന്നത്. ആ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഈ സ്ത്രീ കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷേ യാതൊരുമായ സ്വത്തും അവകാശപ്പെടാതെ ആ സ്ത്രീ അങ്ങ് ഭർത്താവിൻ്റെ കൂടെ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിനോട് പോയി. ഈ അമ്മായിയുമായിട്ടുള്ള പോരങ്ങ് ഒത്തിരി മൂത്തപ്പോഴാണ് ഈ സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ഈ സ്ത്രീ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കാണിച്ച ഒരു മണ്ടത്തരം, ഈ രണ്ടാമത് കല്യാണം കഴിച്ച വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അധികം ചെക്ക് ചെയ്തില്ല. അയാളുടെ കുടുംബമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അയാളുടെ സ്വഭാവമോ അല്ല അയാളെപ്പറ്റി അധികം ഒന്നും ചെക്ക് ചെയ്യാതെയാണ് ഈ സ്ത്രീക്ക് വിവാഹത്തിന് സമ്മതിച്ചത്. ഈ വ്യക്തിയുടെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അയാളും വേറെ വിവാഹം കഴിച്ച മനുഷ്യനാണ്. അത് ആദ്യത്തെ ഭാര്യ ഡിവോഴ്സായി പോയതാണ്. ഈ സ്ത്രീ ഈ ഭർത്താവിന് ഉള്ള പ്രോബ്ലം, ഇപ്പോൾ ഈ രണ്ടാമത് കഴിച്ച ഭാര്യയുമായിട്ട് യാതൊരുമായ രീതിയിലുള്ളൊരു ബന്ധവും അയാൾക്കില്ല. മാനസികമായൊരു അടുപ്പമില്ല, ശാരീരികമായൊരു ബന്ധമില്ല. എന്നോട് ആ സ്ത്രീ പറഞ്ഞു, കല്യാണം കഴിച്ച് ഇത്ര വർഷമായിട്ടും അയാൾ എൻ്റെ അടുത്ത് പോലും വന്നിരുന്നിട്ടില്ല. ഇയാൾക്കൊരു എന്താ പറയുക, ഈ സെക്ഷൽ വീഡിയോസ് കണ്ട് അതിൽ സുഖം കണ്ടെത്തുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് സ്വന്തം ഒരു ഭാര്യ അടുത്തുണ്ടായിട്ട് പോലും ആ സ്ത്രീയുടെ അടുത്ത് പോകണമെന്ന് അയാൾക്ക് ചിന്തയില്ല. അയാൾക്ക് വീഡിയോസൊക്കെ കണ്ട് അതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അയാൾക്കൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുള്ള മനുഷ്യനായിരിക്കാം. അതിനൊപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്കാ വേലക്കാരി പോലെയാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നേക്കുന്നത്. ഈ സ്ത്രീ അത്യാവശ്യം പഠിച്ചാണ്. ഈ സ്ത്രീക്ക് ജോലിക്കൊന്നും പോകാൻ അയാൾ സമ്മതിക്കത്തില്ല. എന്നാൽ സാമ്പത്തികമായി എന്തെങ്കിലും ഈ സ്ത്രീയെ സഹായിക്കുകയോ പൈസ കൊടുക്കുകയോ ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊടുക്കത്തില്ല. അയാളുടെ ആദ്യത്തെ കല്യാണത്തിലുണ്ടായ മക്കളുടെ കാര്യങ്ങൾ നോക്കി, അയാളുടെ കാര്യങ്ങൾ നോക്കി ആ സ്ത്രീ അവരുടെ വീട്ടിൽ കഴിയുകയാണ്. എന്നോട് പറഞ്ഞു, വളരെ നിന്ദയാണ് മക്കളുടെ ഭാഗത്തുനിന്ന്. അതായത് ആദ്യത്തെ ഇവരുടെ സ്വന്തം മക്കളും നോക്കുന്നില്ല, ഈ കെട്ടിച്ചെന്ന വീട്ടിലെ മക്കളും ഈ സ്ത്രീയെ സംരക്ഷിക്കുന്നില്ല. മക്കൾക്ക് യാതൊരുമായ കരുതലുമില്ല, ഒന്നുമില്ല. വളരെ മോശമായ സംസാരമാണ്. ഈ ഭർത്താവിൻ്റെ മുമ്പിൽ തന്നെ അവിടുത്തെ മക്കൾ ഇവരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അയാൾ യാതൊരുമായ രീതിയിലും ഈ സ്ത്രീയെ സംരക്ഷിച്ച് സംസാരിക്കുകയോ അല്ല ഈ സ്ത്രീയോട് ഒരു ആശ്വാസവാക്ക് പറയുകയോ ചെയ്യത്തില്ല. എന്നോട് പറഞ്ഞു, സാറേ, എനിക്ക് എങ്ങോട്ടും പോകാനില്ല. ഞാൻ എൻ്റെ സ്വന്തം മക്കളെ അവിടെ നിന്ന് ഇറങ്ങി ഇയാളുടെ കൂടെ ജീവിക്കുകയാണ്. എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ് കഥയിൽ കൂടെ ഒരു മോറൽ സ്റ്റോറി ആയിട്ടല്ല, എന്താണ് ഒരു ഉപദേശമായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത് വിവാഹം കഴിക്കുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിത പങ്കാളി അയാളുടെ വീടോ അല്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങളോ നോക്കാതെ അയാളുടെ സ്വഭാവത്തെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ കെട്ടാൻ പോകുന്ന സ്ത്രീയുടെ സ്വഭാവത്തെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വിവാഹം കഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സ്ത്രീ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് തന്നെ ഇനിയുള്ള ആൾക്കാർ അനുഭവിക്കും. ഇനി ആർക്കും തന്നെ ഈ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് മാത്രമേ എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞൊരു കഥ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നു. അവരുദ്ദേശിച്ചത് രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ല നമ്മളുടെ കാശോ അല്ല നമ്മളെ ഒരു വേലക്കാരിയെ പോലെ കാണുന്നവരുടെ കൂടെ അല്ല ജീവിക്കേണ്ടത്. താങ്ക് യു.